ഒരു ചെറുപ്പക്കാരൻ ഒരു പുരോഹിതന്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ് രാത്രി 12:30. പുരോഹിതൻ വാതിൽ തുറന്നു. അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു, മോനെ, പാതിരാത്രി 12:30, നീ നാളെ രാവിലെ വാ, നമുക്ക് കുമ്പസാരം നടത്താം. ഒരു ചെറിയ നിരാശയോടുകൂടി അവൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം പുരോഹിതനെ വിളിച്ചുണർത്തുന്നത് ഒരു വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരൻ കാല് വഴുതി കൊക്കയിൽ വീണ് മരിച്ചു. ആ വാർത്ത കേട്ടതും ആ പുരോഹിതൻ ചെറുതായിട്ട് ഇങ്ങനെ നടുങ്ങി കസരയിലേക്ക് വീഴുകയാണ്. കാരണം പുരോഹിതനറിയാം ആ ചെറുപ്പക്കാരൻ കാല് വഴുതി വീണതല്ലെന്ന്, സ്വയം ഇറങ്ങിപ്പോയതാണെന്ന്. എല്ലാ മനുഷ്യർക്കും 3 തരത്തിലുള്ള ജീവിതങ്ങളുണ്ടെന്ന് പറയാം. എ പബ്ലിക് ലൈഫ്, എ പ്രൈവറ്റ് ലൈഫ്, എ സീക്രട്ട് ലൈഫ്. പബ്ലിക് ലൈഫിൽ എല്ലാവരും കരുതുന്ന, എല്ലാവരും കാണുന്ന ഒരു മനുഷ്യൻ. പ്രൈവറ്റ് ലൈഫിൽ വളരെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ. സീക്രട്ട് ലൈഫിൽ അവനവന് മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ. പലരുടെയും സീക്രട്ട് ലൈഫിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത പല സങ്കടങ്ങളും പേറി നടക്കുന്ന മനുഷ്യർ. ഇതെവിടെ കൊണ്ട് ഇറക്കണമെന്ന് അറിയാതെ, ഒരു പരിഹാരം കിട്ടാതെ സ്വയം ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ. നമ്മൾ മുൻവിധികളില്ലാതെ നമ്മൾ കേൾക്കുന്ന ഒരാളുടെ അടുത്താണ് നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത് പറയാൻ പറ്റും, അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റും. മുൻവിധികളില്ലാതെ നമ്മൾ കേൾക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നമുക്കുണ്ട്. കൃത്യമായി ലൈഫിനെ പഠിച്ച, ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന, നമ്മൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന എ ബ്യൂട്ടിഫുൾ സ്ട്രേഞ്ചർ. ആ ബ്യൂട്ടിഫുൾ സ്ട്രേഞ്ചറിന്റെ പേരാണ് സൈക്കോളജിസ്റ്റ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ അവനെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അതൊരു ടാബൂഡ് കാര്യമാണ്. അവനെന്തോ മനസ്സിന് പ്രശ്നമുണ്ട്, വലിയെന്തോ സങ്കടത്തിലൂടെ കടന്നു പോവാണ്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിനെയാണ്. മനസ്സാണ് ശരീരത്തെ നിയന്ത്രിക്കുക. നമുക്ക് ശക്തമായ പനി വന്നാൽ, നമ്മുടെ കാലം നൊടിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ബാധിച്ചാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകില്ലേ? അപ്പൊ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഈ മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഡോക്ടറെ കാണുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? എനിക്ക് തോന്നുന്നു, ഒരു ഗുരു ഉണ്ടായിരിക്കുക എന്ന പോലെ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുക എന്ന പോലെ മസ്റ്റായിട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരാളാണ് ഒരു സൈക്കോളജിസ്റ്റ്. അതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഇന്നത്തെ കാലം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ആളുകളുടെ എക്സാമ്പിൾ പറയാം. വിരാട് കോഹ്ലിക്ക് ഒരു 3 വർഷത്തോളം 20 റണ്ണിന് മുകളിൽ എടുക്കാൻ പറ്റിയിരുന്നില്ല. അയാളെ ടീമിൽ നിന്ന് പുറത്താക്കണം എന്ന് വരെ ചർച്ച വന്നു. വിരാട് കോഹ്ലി എന്നൊരു ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രം അയാളെ ടീമിൽ നിർത്തുന്നു പറഞ്ഞ് പരാതികൾ വന്നു. പക്ഷെ വിരാട് കോഹ്ലി ഇങ്ങനെ സ്വന്തം വിൽപോറിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ക്യാൻ കം ബാക്ക്. പലതവണ 19, 18 ഔട്ടാവുന്ന ഇന്നിംഗ്സിൽ ശ്രദ്ധിച്ചാണെങ്കിൽ ആദ്യത്തെ 2 4 അടിക്കുമ്പോൾ ഇങ്ങനെ അഗ്രഷൻ കാണിക്കുമായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അയാൾ നിരന്തരം ഔട്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അയാൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയാണ്. അയാളോട് ആ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നു, 1 മാസത്തേക്ക് നീ ബാറ്റ് തൊടണ്ട, മകളുടെ ഒപ്പം, ഭാര്യയോടൊപ്പം കോൺസെൻട്രേറ്റ് ഓൺ അതർ തിങ്സ്. അങ്ങനെ ലൈഫിന്റെ ഒരു ബാലൻസ് അയാൾ കണ്ടെത്താറ്. ചില സമയത്ത് നമ്മളെ കൊണ്ട് ഒക്കില്ല, നമ്മൾ എത്രത്തോളം എനിക്ക് വിൽപ്പോർ എന്ന് പറഞ്ഞാലും വി നീഡ് അസിസ്റ്റൻസ്. അങ്ങനെ മാറി നിന്ന് ലൈഫിനെ ഒന്ന് ബാലൻസ് ആയി മറ്റു കാര്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആയി ക്രിക്കറ്റ് നിന്ന് ചെറുതായിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകും. അയാൾ മെല്ലെ തിരിച്ചു വന്നു. നമുക്കറിയാം, പാകിസ്ഥാനെതിരെ നടത്തിയ ഇന്നിങ്സ് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൻ പോരാട്ടം നടത്തിയ അയാൾ കളി ജയിപ്പിച്ചു. അതുപോലെ ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്ന ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, അവർ BCCക്ക് റിക്വസ്റ്റ് പോലും കൊടുത്തു, ഞങ്ങൾക്കൊരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ വേണം, മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് സംസാരിക്കാം, നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, വി നീഡ് എ സ്പോർട്സ് സൈക്കോളജിസ്റ്റ്.